നമസ്കാരം. പാർലമെന്റിന്റെ നിലവിലെ സമ്മേളന നടപടികൾ പുരോഗമിക്കുമ്പോൾ കേന്ദ്ര ഭരണകൂടം സഭയ്ക്കകത്തും പുറത്തും കടുത്ത പ്രതിസന്ധിയെയും ജനകീയ വിചാരണയെയുമാണ് അഭിമുഖീകരിക്കുന്നത്. രാജ്യത്തെ ഉദ്യോഗാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ ദേശീയ എൻട്രൻസ് പരീക്ഷകളിലെ ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ അയോധ്യ വികസന പദ്ധതികളുടെ മറവിൽ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളും സഭയിൽ ഉന്നയിക്കപ്പെട്ടതോടെ വിഷയാധിഷ്ഠിതമായി മറുപടി നൽകാൻ കഴിയാതെ ഭരണപക്ഷം തളരുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. സുപ്രധാനമായ വികസന ക്ഷേമ വിഷയങ്ങളിൽ പാർലമെന്റിൽ സർക്കാരിന് കൃത്യമായ മറുപടിയില്ലാത്ത അവസ്ഥ ഭരണ നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസക്കുറവാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നിര ശക്തമായിട്ടുള്ള ചോദ്യങ്ങളുമായി മുന്നേറിയപ്പോൾ ഭരണപക്ഷത്ത് വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് പ്രകടമായത്. ഭൂരിപക്ഷത്തിൻ്റെ കരുത്തിൽ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സർക്കാരിന് കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം നടത്തുന്ന വിമർശനങ്ങൾ വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട്. സമാജ്വാദി പാർട്ടി പ്രതിനിധി അവധേഷ് പ്രസാദ്, അതോടൊപ്പം തന്നെ സ്വതന്ത്രാംഗം പപ്പു യാദവ് തുടങ്ങിയ പ്രമുഖ ജനപ്രതിനിധികളെ ഏകോപിപ്പിച്ച് പ്രതിപക്ഷം നടത്തിയ സംയുക്ത പ്രതിഷേധങ്ങൾ സർക്കാരിൻ്റെ പ്രതിരോധ നിരകളെ പൂർണ്ണമായി തകർക്കുന്നതായിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ സഭയിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചത് ജനാധിപത്യപരമായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായും അത്യാധുനിക നഗരവികസന പദ്ധതികളുമായും ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ തന്നെ നടന്നുവന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ജനപ്രതിനിധികൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്. തീർത്ഥാടകർ നൽകുന്ന സംഭാവനകൾക്ക് കൃത്യമായിട്ടുള്ള രസീതുകൾ നൽകുന്നില്ലെന്നും പ്രധാന പദ്ധതി പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ സുതാര്യമല്ലെന്നുമുള്ള സമാജ്വാദി പാർട്ടി MPമാരുടെ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ സഭയെ പ്രക്ഷുബ്ധമാക്കി മാറ്റി. ഇതിന് പുറമെ പരീക്ഷ തട്ടിപ്പുകളിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി വഞ്ചിക്കപ്പെട്ട സംഭവത്തിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തൃപ്തികരമായ വിശദീകരണം വരാതിരുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളെ നേരിടാനായിട്ട് നിയമ നടപടികളെ രാഷ്ട്രീയ ആയുധമാക്കുന്ന രീതിയാണ് ഭരണകൂടം സ്വീകരിക്കുന്നതിൻ്റെ വിമർശനം ഇതിനോടകം തന്നെ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. വാരാണസിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ സനാതന ധർമ്മത്തെ അധിക്ഷേപിച്ചുവെന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ ഇതിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജനപ്രതിനിധികളെ ഇത്തരം കേസുകളിൽ കുടുക്കി നിശബ്ദരാക്കാനും അവരുടെ പാർലമെൻ്ററി അംഗത്വം പോലും ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് പോലീസ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ നിയമപരമായിട്ടുള്ള കുരുക്കുകളിൽ പെടുത്താനുള്ള നീക്കങ്ങളൊക്കെ തന്നെ മുൻപും തിരിച്ചടി നേരിട്ടിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം കേന്ദ്ര ഭരണകൂടം വിസ്മരിക്കുകയാണ്. 2019 പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് കോടതിയിലൂടെ രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ച് മണിക്കൂറുകൾക്കകം MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ സംഭവം രാജ്യം കണ്ടതാണ്. എന്നാൽ പിന്നീട് രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധി സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾക്കേറ്റ കനത്ത ഒരു പ്രഹരമായിരുന്നു. വിദ്വേഷ രാഷ്ട്രീയത്തിനും കള്ളക്കേസുകൾക്ക് നിയമപരമായിട്ട് നിലനിൽപ്പില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയ ചരിത്രം ഭരണകൂടം ഓർത്താൽ നന്നായിരിക്കും. അധികാര ദുർവിനിയോഗത്തിലൂടെയും കേസുകളിലൂടെയും ഭയപ്പെടുത്തി പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാമെന്നത് ഭരണകൂടത്തിൻ്റെ കേവലമായ വ്യാമോഹം മാത്രമാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ കൂട്ടായ്മയും ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ പിൻവാങ്ങില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും അഴിമതികൾക്കും ഭരണപരാജയങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ഒക്കെ തന്നെ തീരുമാനം. നീതിക്കും അതോടൊപ്പം തന്നെ ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടിയുള്ള ഈ പോരാട്ടം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.